അസ്സലാമലൈക്കും. എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. അപ്പോൾ ഞാൻ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിപ്പൊക്കെ വളരെ കുറവാണ്. നമ്മളില്ലാത്തത് പറയില്ലല്ലോ. ഒരു കിതാബ് എൻ്റെ കയ്യിൽ കൊടുന്നു നിന്നിട്ട് അതിൽ ആയത്തുകൾ ഓതിയിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അറിയുന്നവരെനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. കിതാബ് എടുക്കുമ്പോഴേ എനിക്കതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല. കുറച്ചൊക്കെ വായിക്കാൻ അറിയുന്നല്ലാതെ അതിൻ്റെ അർത്ഥങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ അറിയുകയാണെങ്കിൽ അറിയുന്നവരൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം നമ്മൾ പാവല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഈ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ് 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം പുറത്തിറക്കി നിർത്തിയിട്ട് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നീട്ടിപ്പിടിക്കുക, എന്നിട്ട് സത്യപ്രതിജ്ഞ നമ്മളെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. ഇന്ത്യ എൻ്റെ സ്വന്തം രാജ്യമാണ്, ഇന്ത്യക്കാരെല്ലാം സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളൊരു സത്യപ്രതിജ്ഞ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ സത്യപ്രതിജ്ഞയൊക്കെ ശരിയാണെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ. കുറേയൊക്കെ തെറ്റുന്നുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചത് ശരിയാണ്. കാരണം സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സത്യപ്രതിജ്ഞ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ട് കാണാനാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അതല്ല എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഏതായാലും ഇത്രയും പ്രസംഗം മതി. വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചാൽ കുഴപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും പ്രസംഗം പ്രസംഗിച്ചിട്ട് ഇതിലൊരു 2 വരി പാട്ടും കൂടി പാടിയിടാം. എൻ്റെ കുട്ടികൾക്ക് കുറച്ച് പാട്ട് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഭാഗം പാട്ടിൻ്റെ ഫുള്ളായിട്ട് പാടില്ല, കുറച്ച് ഭാഗം ഒന്ന് പാടിയിടാം. അപ്പം എൻ്റെ മക്കൾ കണ്ടോട്ടെ. അതിനോട് പറഞ്ഞിരുന്നു, ഒഴിവുള്ള സമയത്ത് അവരെ പാട്ട് പാടിയിടണേ അമ്മച്ചി, ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് ജോലി ചെയ്യാനാണ്. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ ഈ പാട്ട് പാടിയിരുന്നത്. അപ്പോൾ ഞാൻ പാടി നോക്കാം. വലിയ പാട്ടുകാരിയൊന്നുമല്ല ഞാൻ. അതും മനുഷ്യന്മാരാരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ ചെറിയ പാട്ട്, ഈ മറ്റേ ബാത്റൂമിലൊക്കെ ഒന്ന് മൂളില്ല എന്ന മാതിരി അറിയൊന്നുമില്ല, എന്നാലും ഉള്ള അറിവ് വെച്ചിട്ട് അങ്ങോട്ട് കാഴ്ച വിടുകയാണ്. കാരണം ഇത്രയും വലിയ സൂപ്പർ മാർക്കറ്റുകളും അറിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. നമ്മളാരും അല്ല നമുക്കറിയാം. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പാടുന്നത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരൊക്കെ ക്ഷമിക്കുക, തിരുത്തുക. അങ്ങനെയല്ലേ പറയാൻ പറ്റും. സഹോദരി സഹോദരന്മാരെന്നല്ലേ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാടാം. നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും. നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും. പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, നിത്യം അവരെൻ്റെ പച്ചമാംസം കൊത്തി വലിക്കും. പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, നിത്യം അവരെൻ്റെ പച്ചമാംസം കൊത്തി വലിക്കും. നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും. കൈനീട്ടി പടച്ചോനോടിരക്കും ഇവർ, പാവം കഴുകിക്കളയാൻ കണ്ണീർ പൊഴിക്കും ഇവർ. കൈനീട്ടി പടച്ചോനോടിരക്കും ഇവർ, പാവം കഴുകിക്കളയാൻ കണ്ണീർ പൊഴിക്കും ഇവർ. പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അധികം ഇരിക്കാനുള്ള കള്ളനായം മനസ്സുള്ളിൽ കുറിക്കും ഇവർ. പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അധികം ഇരിക്കാനുള്ള കള്ളനായം മനസ്സുള്ളിൽ കുറിക്കും ഇവർ. നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും. പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, നിത്യം അവരെൻ്റെ പച്ചമാംസം കൊത്തി വലിക്കും. ഭക്തിയുള്ള നമസ്കാരം ഇവിടെയുണ്ടോ? മുഖമോടിയില്ലാതൊരുത്തനെ കാണാനുണ്ടോ? ഭക്തിയുള്ള നമസ്കാരം ഇവിടെയുണ്ടോ? മുഖമോടിയില്ലാതൊരുത്തനെ കാണാനുണ്ടോ? നേര് ചൊല്ലും മനുഷ്യനെ കാണുന്നുണ്ടോ? മറിമായമല്ലാതെ ഇവിടൊന്നും നടക്കുന്നുണ്ടോ? നേര് ചൊല്ലും മനുഷ്യനെ കാണുന്നുണ്ടോ? മറിമായമല്ലാതെ ഇവിടൊന്നും നടക്കുന്നുണ്ടോ?
നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും. പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, നിത്യം അവരെൻ്റെ പച്ചമാംസം കൊത്തി വലിക്കും. പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, നിത്യം അവരെൻ്റെ പച്ചമാംസം കൊത്തി വലിക്കും. നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും. പാടിയ പാട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമല്ലേ. നമ്മൾ ചെറിയ ഒരു പാട്ടുകാരിയാണ്. കാരണം നമ്മൾ വലിയ ആളൊന്നുമല്ല, നമ്മൾ ചെറിയ ആളാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാൻ എല്ലാം അറിയുന്ന എല്ലാം തികഞ്ഞ ആളാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാനും തയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അത്രയേ ഉള്ളൂ, നിർത്താം. 5 മിനിറ്റായി. അപ്പോൾ ആയസോടെ ആരും തല്ലി കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാം. ഉറപ്പൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ പോക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ തല്ലിക്കൊല്ലും, എനിക്ക് തോന്നുന്നുണ്ട്. അത്രക്ക് കലിയുണ്ട് എന്നോട്. സാരല്ല, ഇൻഷാ അല്ലാഹ് എല്ലാം അള്ളാഹുവിൻ്റെ വഴിയിലൂടെ അങ്ങോട്ട് വിട്ടുകൊടുക്കാം. റബ്ബല്ലാതെ ഒന്നുമില്ലല്ലോ. എല്ലാം ശരിയാകും, റബ്ബുണ്ടല്ലോ മേലേ, എല്ലാം ശരിയാകും, അവനുണ്ടല്ലോ കൂടെ, എല്ലാം ശരിയാകും, റബ്ബുണ്ടല്ലോ മേലേ, എല്ലാം ശരിയാകും, അവനുണ്ടല്ലോ കൂടെ.